എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഈ ഭൂപരപ്പിൽ നല്ലൊരു വിഭാഗം ജനതയും ജീവിക്കുന്നത് അവരുടെ തലമുറകളുടെ ഒരു ഭാവിക്ക് വേണ്ടിയാണ്. വാസ്തവത്തിൽ സ്വന്തം ഭാവി പോലും അവർ വേണ്ടെന്ന് വെച്ച്, സ്വന്തം സുഖസൗകര്യങ്ങൾ ഒരു പരിധി വെച്ച്, ജീവിതത്തിൽ ഒരുപാട് വില കൊടുത്ത് ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ജീവിക്കുകയാണ്. അവരെല്ലാവരും ജീവിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ഞാൻ കൗൺസിലിംഗ് ഫീൽഡിലായതുകൊണ്ട് എൻ്റെ അടുക്കൽ വരുന്ന മിക്കവാറും ക്ലയൻസിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, അവർക്ക് ജീവിതം എന്തായാലും നഷ്ടപ്പെട്ടു, ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത്തരത്തിലാണ് അധികം ആളുകളും സംസാരിക്കുന്നത്. പക്ഷെ ഈ ദിവസങ്ങളിൽ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ വിഷയം, ഞാൻ എനിക്കായി ജീവിക്കാതെ തലമുറകൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, എന്റെ ജീവിതം ഞാൻ പൂർണ്ണമായി ഹോമിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ മുഴുവൻ കണക്ക് കൂട്ടുമ്പോൾ നഷ്ടങ്ങളാണ്. എന്റെ തലമുറകളുടെ ജീവിതം നന്മയാവാൻ, അല്ലെങ്കിൽ അത് മാക്സിമം ഫലമുള്ളതായി മാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് എല്ലാവരുടെയും ശ്രമം. ഇത് എനിക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കി തരാനുള്ള ഒരു കാര്യം. എന്റെ ജീവിതം പോയി എന്നുള്ളത് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിച്ചു. അടുത്ത തലമുറകൾക്ക് വേണ്ടി നമ്മൾ വൃഥ പ്രയത്നം ചെയ്യുകയാണ്. ഞാൻ അതങ്ങനെ പറയാൻ കാരണം, നമ്മുടെ തലമുറകൾ അവരുടെ ജീവിതത്തിന് ആവശ്യമായ കപ്പാസിറ്റി ആർജിച്ചെടുക്കുന്നത് അവരുടെ മുൻപിലത്തെ തലമുറയിൽ നിന്നാണ്, എന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും ഒരു ഫാമിലി ലൈഫിന്റെ പിക്ചർ അവർക്ക് കിട്ടേണ്ടത്, അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അവരുടെ കുടുംബത്തിനകത്ത് നിന്നാണ്. അവിടെ കിട്ടാത്തൊരു പശ്ചാത്തലം പുറത്തെവിടെയും അവർക്ക് കിട്ടില്ല. അത് പുസ്തകത്തിൽ വായിച്ചു പഠിക്കാനാവില്ല, അത് മറ്റെവിടെന്തെങ്കിലും ആരുടെങ്കിലും പ്രസംഗങ്ങളിൽ നിന്ന് അവർക്ക് ആർജിച്ചെടുക്കാനാവില്ല. അവരുടെ പ്രഥമവും പ്രധാനവുമായ വിദ്യാലയം അവരുടെ ഭവനം തന്നെയാണ്. അപ്പോൾ ഇനിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയുമോ? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത്, അവർ വളരുന്നിടം എങ്ങനെയുള്ളതാണ്, അവിടെയാണ് അതിന്റെ പ്രാധാന്യം. ഇപ്പോൾ മാതാവോ പിതാവോ മരിച്ചുപോയി എന്നിരിക്കട്ടെ, അത്തരമൊരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കുഞ്ഞിനെ വളർത്തിയാൽ പോലും കുഞ്ഞിന് ലഭിക്കുന്നത് ഇരട്ടി ശക്തിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഡിവോഴ്സ്ഡ് ആയിട്ട് ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ കൊടുക്കാൻ കഴിയുന്ന പിക്ചർ മറ്റൊന്നാണ്. നമ്മുടെ വിചാരം നമ്മുടെ കുട്ടി ഇതൊന്നും അറിയാതെ വളരും എന്നാണ്. അത് വളരെ തെറ്റായ ചിന്താഗതിയാണ്. കുട്ടികളുമായി നമ്മൾ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, വലിയവർ ചിന്തിക്കുന്നതിനേക്കാളും വളരെ അപ്പുറം ശരിക്കും കാര്യങ്ങൾ ഗ്രഹിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 വയസ്സിന് മുമ്പൊക്കെ, 15 വയസ്സൊന്നും ആകണ്ട കേട്ടോ, അതിനൊക്കെ മുമ്പ് തന്നെ ഒരു ഫാമിലി ലൈഫ് എന്താണ് എന്നതിനെ കുറിച്ച് കുട്ടികൾ നന്നായിട്ട് അറിയും. ഞാൻ സെക്സിനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. ഫാമിലി ലൈഫിനെ കുറിച്ച് അവർ നന്നായിട്ട് മനസ്സിലാക്കി. അവരുടെ മാതാപിതാക്കളോട് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഗ്രാൻഡ് പാരന്റ്സിനോട് എങ്ങനെയാണ് ഇടപെടുന്നതെന്നും, അവരുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളോട് എങ്ങനെ ഇടപെടുന്നു എന്നും, അവരുടെ അയൽവക്കക്കാരോട് എങ്ങനെ ഇടപെടുന്നു എന്നും, അവരുടെ കൊളീഗ്സിനോട് അവരെങ്ങനെ ഇടപെടുന്നു എന്നും, മുഴുവൻ ഇടപാടുകൾ തന്നെ അവർ ശരിക്കും പഠിക്കും. അവരുടെ സഭയിലെ രീതികൾ എങ്ങനെയാണ് എന്നും,
അവർക്ക് ഉപദേശിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നും ഒക്കെ അവർ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായി തന്നെ അനലൈസ് ചെയ്യുകയും അതിൽ എവിടൊക്കെയാണ് ലിമിറ്റേഷൻസ് വെച്ചിട്ടുള്ളതെന്നും എവിടേക്കാണ് എന്തൊക്കെയാണ് എന്നുള്ളതിന് അതിന്റെ വ്യാപ്തിയെക്കുറിച്ച് കുഞ്ഞുങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കും. അപ്പോൾ അവർക്കൊന്നും അറിയത്തില്ലെന്ന് നമ്മൾ പറയുന്നത് വെറുതെയാണ്. ചില പെൺകുട്ടികൾ പറയാറുണ്ട്, അപ്പനില്ലാത്തതിന്റെ വിഷമം അറിയാതെയാണ് ഞാൻ എന്റെ കുട്ടിയെ വളർത്തുന്നത്. അങ്ങനെ വളർത്താൻ പറ്റത്തില്ല. അപ്പൻ മരിച്ചു പോയതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ അപ്പൻ ഇല്ലാത്തതിന്റെ വിഷമം മനസ്സിലാക്കാതെ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. തിരിച്ചും അതെ, അമ്മയില്ലാത്തതിന്റെ വിഷമം മനസ്സിലാക്കാതെയാണ് ഞാൻ എന്റെ കുട്ടികളെ വളർത്തുന്നത് എന്നൊക്കെ അപ്പന്മാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആകാനുണ്ടായ കാരണം അവരെവിടെ കൂടെങ്കിലും പഠിച്ചിരിക്കും. അത് കുട്ടികളുടെ കുടുംബജീവിതത്തെ, ഭാവിയെ സാരമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അത്മാതിരിയുള്ള ലൈഫുകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യൂ. ദെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. അത് പഠിക്കണം. അപ്പോൾ നമുക്ക് 2-3 തരത്തിൽ ജീവിക്കാൻ പറ്റും. ഒന്ന്, വളരെ ഭംഗിയായി നല്ലൊരു കുടുംബജീവിതം, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. 2, അഡ്ജസ്റ്റ് ചെയ്തൊരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ഫാമിലി ഡിവോഴ്സ് ആകുന്നില്ല, കുടുംബത്തെ ചിതറിച്ച് കളയുന്നില്ല, പക്ഷെ അതിനകത്തൊരു നല്ല ഫാമിലിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നുമില്ല. അതാണ് ഒരു സെക്കൻഡ് കാറ്റഗറി. തേർഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ശരിക്കും പൊളിഞ്ഞുപോയ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലായി പോയ ഒരു ഫാമിലി, ഏറ്റവും ഒടുവിൽ ശരിക്കും അനാഥമായി പോയത് എന്നൊക്കെ നമുക്ക് പറയാം. ഞാൻ ഈ 3 കാറ്റഗറി ഒന്ന് സംസാരിക്കട്ടെ. 4ാമത്തത് ഞാൻ തൽക്കാലത്തേക്ക് ഇന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. 3 പറയുമ്പോൾ ഞാൻ 3ാമത് പറഞ്ഞതിൽ നിന്ന് കയറാം. എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ ഡിവോഴ്സ്ഡ് ആയി ഒരാള് വളർത്തുന്നൊരു സാഹചര്യം. അമ്മാതിരി ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് എന്ത് പിക്ചറാണ് ആ കുട്ടിയെ വളർത്തുന്ന മാതാവായിക്കോട്ടെ പിതാവായിക്കോട്ടെ കൊടുക്കാൻ കഴിയുക? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി വിട്ടേച്ചു പോയ ആളിനെ കുറിച്ചുള്ള കുറച്ച് മോശം ഇമേജ് കുട്ടിക്ക് കൊടുത്തിട്ട് ഇയാള് വലിയ പുണ്യാളിനായിട്ടെന്ന് പറഞ്ഞാൽ വളർത്തുന്നയാൾ അച്ഛനായാലും അമ്മയായാലും വളർത്തുന്നയാള് വളരെ ഡീസന്റ് ആണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം. അതൊരു പീരീഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുൾ ടൈം അങ്ങനെ പറ്റില്ല. ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തായിരുന്നു അതിന്റെ കൃത്യം കാര്യം എന്നത് ആ കുട്ടി തിരിച്ചറിയും. മാത്രവുമല്ല, ഈ രണ്ടാളും ഇല്ലാതെ, ഭാര്യയും ഭർത്താവും ഇല്ലാതെ കുട്ടിയെ വളർത്തുക ദുസ്സഹവുമാണ്. ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മാതാപിതാക്കളും പ്രശ്നമാണ് കേട്ടോ. അവരുടെ മാതാപിതാക്കളെ ഉൾക്കൊള്ളാതെ മക്കളെ വളർത്തിയാലും അതും കുട്ടിയെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഫുൾ റിലേഷൻഷിപ്സിൽ നിലനിൽക്കേണ്ടതാണ്. അതിലൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടുത്ത ഭാവി നിർണയിക്കുന്നത് ആ കുട്ടിയുടെ ആദ്യഘട്ട വളർച്ചയ്ക്ക് സഹായകമായി വരേണ്ടുന്നവരുടെ മാതാപിതാക്കളുടെ സാമീപ്യവും സാന്നിധ്യവുമാണ്. അവരോട് ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് തന്നെയാണ് അവരുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സ്. ഗ്രാൻഡ് പാരന്റ്സ് അതിനകത്ത് ഡയറക്ട്ലി ഇടപെടണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സുമായിട്ടുള്ള ഇടപാടുകൾ ഈ കുട്ടിയുടെ മുൻപിലോട്ടുള്ള ജീവിതത്തെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ അവരുടെ മാതാപിതാക്കളെ കാണാൻ പോലും അനുവദിക്കില്ല. ഇതൊക്കെ നല്ലതുപോലെ നമ്മുടെ കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെ ഉപദ്രവിക്കുന്നതും അവരെ അടുപ്പിക്കാതിരിക്കുന്നതും അവർക്ക് ആഹാരം കൊടുക്കാതിരിക്കുന്നതും ഒക്കെ നല്ലതാണെന്നൊക്കെ കുഞ്ഞിന്റെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ കുഞ്ഞ്
ഒരു ഫാമിലിയിലേക്ക് കടക്കുമ്പോൾ ഈ ലഭ്യമായ അനുഭവങ്ങളുടെ ഫലം അവിടെ കണ്ടിട്ടുണ്ടാവും. അവൾക്ക് ആരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടിക്ക് ആരുമായും സഹകരിക്കാൻ പറ്റില്ല, ആ കുട്ടിക്ക് ആരുടെയും ബന്ധങ്ങൾ മുറിച്ചു കളയുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ബന്ധങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പ്രയാസമില്ലാത്ത ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ പഠിച്ചു വളരുന്നു എങ്കിൽ അത് അപകടകരമായ ഒരു വളർച്ചയാണെന്നതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ബന്ധങ്ങൾ ബ്രേക്ക് ചെയ്യാനും അവകൾ കൊണ്ടൊരു പ്രശ്നമില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുവാനും സാധ്യത ഉണ്ടായാൽ അത് അവരുടെ ജീവിതത്തിന് കൃത്യമായ പ്രശ്നമുണ്ടാകുമെന്നതിന് സംശയം വേണ്ട. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് പെൺകുട്ടിയാണെന്നിരിക്കട്ടെ, അയാളുടെ ഭാര്യയുടെ മാതാപിതാക്കളെ അടുപ്പിക്കുന്നില്ല, അയാൾ മറ്റാരെയും അടുപ്പിക്കുന്നില്ല, അയാൾ അത്തരത്തിലൊരു ജീവിതം അയാൾ കാഴ്ചവെച്ചാൽ അയാളുടെ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ ഏത് ബന്ധങ്ങൾ ഡിറ്റാച്ച് ചെയ്യാനും ആ കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. കാരണം ആ കുട്ടി വളർന്നു വന്ന പശ്ചാത്തലം ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിൽ വിഷമമില്ലാത്തൊരു പശ്ചാത്തലമാണ്. ഇത് അപകടത്തിന് കാരണമാവും. ഇപ്പൊ കഴിഞ്ഞ ചില നാളുകളായി ആൾക്കാർ പറയുന്ന ഒരു സ്ഥിതി, അവർക്ക് ഡിവോഴ്സിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, അവർ പറയുന്ന കുട്ടികൾ പിന്നീട് മനസ്സിലാക്കിക്കോളും എന്നുള്ള ഒരു തലത്തിലാണ്. ഒരല്പം പോലും ക്ഷമയില്ലാതെ ഒരു കുടുംബജീവിതത്തെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാനുള്ള മനസ്സില്ലാതെ എങ്ങനെയും ഒക്കെ തട്ടിക്കൂട്ടി കുടുംബം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി, ആ കുട്ടികൾ ഇതുപോലെ കൃത്യമായൊരു ഹെൽത്തി ഫാമിലി ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അതിന്റെ ചട്ടം എന്താണ്, അതിനെന്തൊക്കെയാണ് വില കൊടുക്കേണ്ടി വരിക എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ വളരുന്ന കുട്ടി ആകെ പ്രശ്നക്കാരനായി മാറും. അതിന് സംശയം വേണ്ട. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല ഫാമിലി ലൈഫ് വേണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങൾ ഫാമിലി ഉപേക്ഷിക്കാനല്ല തയ്യാറാകേണ്ടത്, നിങ്ങളുടെ ഫാമിലി നിങ്ങൾ പണിയാനാണ് തയ്യാറാകേണ്ടത്. ബൈബിളിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു എന്നാണ്. അടുത്തു പറയുന്നത്, ഭോഷത്വമുള്ളവളോ സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. സദൃശ്യവാക്യം 14-ാം അധ്യായം 1-ാം വാക്യമാണ്. അപ്പോൾ സ്ത്രീകളിൽ ജ്ഞാനമുള്ളവളുണ്ട്, അവളുടെ പണി പണിയുക എന്നുള്ളതാണ്. ഭോഷത്വമുള്ളവൾ സ്വന്തം കൈകളാൽ പൊളിച്ചു കളയും. അപ്പൊ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കാണിക്കുന്ന താല്പര്യം പൊളിച്ചു കളയുന്നതാണ്. ഭർത്താവിനെ ചീത്ത പറയുന്നത് പൊളിച്ചു കളയുന്നതാണ്. അപ്പോൾ ശരിക്കും പൊളിക്കാനും പണിയാനുമുള്ള കപ്പാസിറ്റി ആ സ്ത്രീക്കുണ്ടെന്നാണ് ബൈബിൾ പരാമർശം. വാക്യഭാഗങ്ങൾ 2 വേണമെങ്കിൽ ഞാൻ എടുത്തു പറയാം. ഒന്ന്, ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, കർത്താവിന് ഉചിതമാവണ്ണം എന്നൊരു പദപ്രയോഗം കൂടി അവിടെ ഉണ്ട്. അതിന്റെ ശരിക്കും പദം നമ്മൾ തപ്പിച്ചെല്ലുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദത്തിന്റെ അർത്ഥം ആളിനെ ശരിയാക്കാൻ പാകത്തിനായി തീരുവിൻ എന്നാണ്. അഡാപ്റ്റീവായി മാറുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പാകമാവുക എന്നുള്ളതാണ്. ഇപ്പൊ മൂപ്പര് പാകമാകുന്നില്ലെങ്കിൽ അയാളെ പാകമാക്കേണ്ടുന്ന ഉത്തരവാദിത്വം സ്ത്രീക്ക് കൊടുത്താണ് ബൈബിൾ സംസാരിക്കുന്നത്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. അപ്പോൾ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അതിനകത്ത് പ്രാർത്ഥനയുണ്ട്, അതിനകത്ത് വിശുദ്ധ ജീവിതമുണ്ട്, അതിനകത്ത് വില കൊടുക്കലുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന്റെ അപ്പുറം കിടന്ന് ഭർത്താവ് അയാളെ പൊക്കോട്ടെ, ഞാൻ വേറെ വഴി നോക്കാം എന്നൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ പണിയെടുത്ത് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിക്കോളാം, അയാൾ പൊക്കോട്ടെ എന്നൊരു റിജിഡ് മൈൻഡിലേക്ക് അയാൾ എത്തിയാൽ അത് കുട്ടികളെ വളർത്താൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. പക്ഷേ അവരുടെ സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് അവരെ താങ്ങാൻ കഴിയില്ല. അവരെ അപകടത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഭർത്താവ് ചിലപ്പോൾ ഗുണമില്ലാത്തവനായിരിക്കാം, അയാളെ ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ നിലനിർത്തുന്നതിലാണ് വിജയം എന്ന് പറയുന്നത്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. പഴയ കാലത്തെ അമ്മച്ചിമാരെ നമുക്കറിയാം, അവരൊരുപാട് വില കൊടുത്തവരാണ്.
അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നഷ്ടം വന്നിട്ടുള്ള ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നിന്റെ കാലഘട്ടം നമ്മൾ പറയുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഞാനും ആ ആംഗിളിൽ ചിന്തിച്ചിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ അയാളെ പോകാൻ പറയൂ എന്നൊരു തലത്തിലേക്ക്. ഇനി ഇതിന്റെ ഫസ്റ്റ് ഫേസ് വേറെ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഈ വിവാഹത്തിന് മുമ്പ് തന്നെ ആളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അയാളെക്കുറിച്ച് തിരക്കേണ്ടതും അയാളെക്കുറിച്ച് പഠിക്കേണ്ടതും ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കേണ്ടതും ഒക്കെ അതിന്റെ ബേസിൽ കിടക്കുന്ന കാര്യമാണ്. മാനസിക രോഗികൾ കബളിപ്പിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. മദ്യപിച്ച് നടക്കുന്നവർ കബളിപ്പിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. മര്യാദയ്ക്ക് പഠിക്കാൻ പോകുന്ന പെമ്പിളരെ വഴിയിൽ നിന്ന് പൂവാലന്മാരെ കെട്ടിക്കൊണ്ടു പോകുന്നവരുണ്ട്. അപ്പോൾ ഇമാതിരി കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ എന്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾ പറയുകയാണ് എങ്ങനെ അവനെ ചുമക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ സെലക്ഷന്റെ പ്രശ്നമാണ്. ഞാനീ പറയുന്നത് മാന്യമായ കാര്യമായി പറയുന്നേ. അപ്പൊ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ആരുടെങ്കിലും നട്ടലിനെ എടുത്തുകൊണ്ട് നിങ്ങളിൽ ഫിറ്റ് ചെയ്തിട്ട് ഇനി അവനെ ചുമക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനോട് അർത്ഥമില്ല. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ചെറുക്കൻ വേറെ ആരുടെ കൂടെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി തപ്പിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ കുടുംബജീവിതം നന്നാക്കി കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് കുറച്ചുകൂടി പുറകിലേക്ക് ഇറങ്ങി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടിച്ച് തകർത്ത് കളയാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കും എന്നതാണ് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ ആ ഫസ്റ്റ് കാറ്റഗറിയിൽ പറയേണ്ടത് അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ സെക്കൻഡിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് കാറ്റഗറി ഭാര്യയും ഭർത്താവും എന്ന ലേബലിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ജീവിതവും ഇല്ല. അവര് തമ്മിൽ സ്നേഹമില്ല. അവര് തമ്മിൽ ഒരുമിച്ച് ആഹാരം കഴിക്കില്ല, ഒരുമിച്ച് ഉറങ്ങില്ല, ലൈംഗിക ബന്ധമില്ല, ഒന്നുമില്ല. അവര് ചുമ്മാ അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിള്ളേർക്ക് വേണ്ടിയും പിന്നെ ഇവർക്ക് വേറെ വീട് വാടകയ്ക്ക് എടുക്കാൻ മടിച്ചിട്ടും അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും ആദ്യത്തേതുപോലെ അപകടകരമാണ്. കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായിട്ടറിയാം നിങ്ങൾ എത്രത്തോളം അകൽച്ച പാലിച്ചുകൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്നു. അതുപോലെ ജീവിക്കാൻ നിങ്ങളുടെ കുട്ടികൾ നാളെ തയ്യാറാകും എന്ന വേദനിപ്പിക്കുന്ന അവസ്ഥ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇന്ന് എത്രത്തോളം കഴിക്കുന്നുണ്ടോ, നിങ്ങൾ ഇന്ന് എത്രത്തോളം വേദനിക്കുന്നുണ്ടോ, ആ വേദനകൾ മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വളർത്തിയെടുക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് കുട്ടികളുടെ കുഴപ്പമല്ല, അവർക്ക് അതിനെ കഴിയൂ, അതിന്റെ കപ്പാസിറ്റി അവർക്ക് കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്ത് പ്രശ്നമാണെങ്കിലും ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും ഉപേക്ഷിക്കാനും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനും തയ്യാറാകണം. അതിനൊരു ന്യായം പറയുന്നതിൽ അർത്ഥമില്ല. അതിൽ എന്ത് ന്യായം പറഞ്ഞാലും അത് അന്യായമാണ്. അതുകൊണ്ട് അതിൽ ന്യായങ്ങൾ പറയാൻ നിൽക്കാതെ അവകളെ ഉപേക്ഷിച്ച് നിങ്ങൾ സ്നേഹിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനും ഇതേ ഫോളോ ചെയ്യാൻ കഴിയൂ. പാളം നിങ്ങളിൽ നിന്നേ നിങ്ങളൊരു രഹസ്യം അറിയണം. പിശാചിന്റെ ഉദ്ദേശം ബന്ധങ്ങളെ അറുക്കുക, മുടിക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. അവകളെ കൃത്യമായി ചെയ്യാൻ അവൻ തയ്യാറാകും, അവനതിന് കഴിയും. അവനതിന് കഴിയാതെ അവനെ ജയിക്കണമെങ്കിൽ നമ്മൾ കരുതലോടെ ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഈ പറഞ്ഞ വസ്തുതകളിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാരണം ചൊല്ലിയും ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയിരിക്കാൻ തയ്യാറാകരുത്. അതിന് നിങ്ങൾക്കൊരു കൗൺസിലറുടെ നിർദ്ദേശം വേണമെങ്കിൽ നിങ്ങൾ പോയി കൗൺസിലേഴ്സിനെ കാണണം. അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം, അനുസരിക്കണം. ശരിക്കും വില കൊടുക്കാൻ തയ്യാറാകണം. രണ്ട് പദപ്രയോഗങ്ങൾ ഭാര്യയോട് പറയുന്നത് കീഴ്പ്പെട്ടിരിപ്പീൻ, ഭർത്താവിനോട് പറയുന്നത് ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഒരു ആഡ് ചേർത്തിട്ടുണ്ട്, അവരോട് കയ്പായിരിക്കരുത്. മനഃപൂർവ്വം ഭാര്യയെ സ്നേഹിപ്പാനും കയ്പില്ലാതിരിപ്പാനും ഭർത്താവ് തയ്യാറാവുകയും ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കാൻ ഭാര്യ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നതിന് സംശയം വേണ്ട. ഒരു കാരണം ചൊല്ലിയും പിണങ്ങിയിരിക്കില്ലെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും നിങ്ങളുടെ കൂടെയുള്ള ആളിനെ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും, ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം അതിന്റെ സുഖ സന്തോഷങ്ങളോടുകൂടി ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ തന്നെ നിങ്ങളുടെ തലമുറകൾക്ക് നന്നായി ഒരു കുടുംബജീവിതം നയിക്കത്തക്ക വഴിമരുന്ന് വിതറാനും നിങ്ങൾക്ക് കഴിയും.
അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഭർത്താവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഭാര്യ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ, ഇങ്ങനെ പോയാൽ മതി. ഇമാതിരിയുള്ള അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ജീവിതം അഭിനയിച്ച് കാണിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചതിക്കുകയാണ് ചെയ്യുന്നതെന്ന വസ്തുത നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത്. അപ്പോൾ നിങ്ങൾ ഗൗരവത്തോടുകൂടി ഇക്കാര്യം പിന്നെയും തിരിച്ചറിയണം. ഒന്നാമത്തെ ലെവലിലേക്ക് നമ്മൾ ഉയരണം. അവിടെ നമുക്ക് കൊടുക്കാൻ കഴിയുക അഗാപ്പെ ലവ് ആണ്. ഭാര്യയും ഭർത്താവും തിരിച്ചും മറിച്ചും അഗാപ്പെ ലവ് എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് എക്സ്പെക്ടിങ് സംതിങ് ഫ്രം യുവർ സ്പൗസ്. നിങ്ങളുടെ തുണയിൽ നിന്ന് നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. യു ആർ ഇൻട്രസ്റ്റിംഗ് ടു ഗീവ്. നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയാണ്. then if you are ready to give, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. if you are ready to give, no problem will arise. നിങ്ങൾ അവിടെ കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ അതൊരു സാക്രിഫിഷ്യൽ ലവ് ആണ്. കൊടുക്കാൻ തയ്യാറാവുക. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നതുപോലെ നമ്മൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ. ആർക്ക് വേണ്ടി? ഭാര്യയ്ക്ക് വേണ്ടി ആയാലും ഭർത്താവിന് വേണ്ടി ആയാലും ഏൽപ്പിച്ചു കൊടുക്കാൻ. അവിടെ ഉപാധികൾ പറയാൻ നിൽക്കാതെ, ന്യായാന്യായങ്ങൾ പറയാൻ നിൽക്കാതെ, അവിടെ ലീഗലിസം ഡെവലപ്പ് ചെയ്യാൻ നിൽക്കാതെ, അവിടെ കൃപ നിങ്ങൾ ചുരത്തുവാൻ തയ്യാറായാൽ, നമുക്ക് കർത്താവിൽ നിന്ന് കൃപ ലഭ്യമാകുന്നത് പോലെ നിങ്ങളും ആവശ്യത്തിനും ആവശ്യത്തിലധികവും കൃപ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ചുരത്തുവാൻ തയ്യാറായാൽ അവിടെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കുടുംബത്തിനകത്ത് കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. അതാ വചനം പറഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് പുറത്തുനിന്ന് ഉണ്ടായി വരേണ്ടതല്ല, നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് നമുക്കിത് ഉണ്ടാക്കിയാൽ നമുക്കും ഇത് ആസ്വദിക്കാൻ കഴിയും, കുഞ്ഞുങ്ങൾക്കും ഇത് ആസ്വദിക്കാൻ കഴിയും. ഭാവിയിലെ കുഞ്ഞുങ്ങൾക്ക് ഇത് ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ കാരണവുമാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, ഇന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു വാശിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ദുർവാശിക്ക് വേണ്ടി ചിലപ്പോൾ ഒരു കാരണമുണ്ടായിരിക്കാം. നിങ്ങൾ റിസ്ക് എടുത്ത് കാണിക്കുന്ന ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ നിങ്ങൾ തയ്യാറായാൽ, മനഃപൂർവ്വം നിങ്ങളുടെ കുടുംബജീവിതം നിലനിർത്തുവാൻ വേണ്ടി കുറച്ചധികം സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഇറ്റിക്കുവാൻ കഴിഞ്ഞാൽ, അവകൾ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഭാവി കാണുവാനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുവാനും നിങ്ങൾക്ക് കഴിയും. മസിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങൾക്കും ഒരു കുടുംബജീവിതം ലഭിക്കില്ല, കുഞ്ഞുങ്ങൾക്കും ലഭിക്കില്ല. മരണാനന്തരം നിത്യരാജ്യത്തിൽ ചെല്ലാനുമാവില്ല. ക്രിസ്തു പ്രാർത്ഥിക്കുന്ന പൗരോഹിത്യ പ്രാർത്ഥനയിൽ പിതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ തമ്മിൽ ഒന്നാകണം. കുടുംബജീവിതമാണ് ഉലകത്തിലെ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഭാര്യ ഭർത്തൃബന്ധമാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ പോലും ഒന്നാകാൻ കഴിയില്ലാത്ത വിധം രണ്ടായി നിന്നുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റുകളിൽ തട്ടിയും ഉരുമിയുമാണ് പോകുന്നതെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് സഭയിലെ മറ്റുതര ബന്ധങ്ങളുമായി, വ്യക്തികളുമായി ഒന്നായി നിൽക്കാൻ കഴിയുക? അവർക്ക് എങ്ങനെയാണ് ഉലകത്തിലെ യൂണിവേഴ്സൽ ചർച്ചുമായി ഒന്നായി ചേർന്ന് ഇടപഴകി നിൽക്കാൻ കഴിയുക? അപ്പോൾ ഒന്നാകലിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഭാര്യ ഭർത്തൃബന്ധം. അതിൽ തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നിൽക്കുകയാണെങ്കിൽ മുകളിലോട്ട് പോകുന്ന എല്ലാ റിലേഷനിലും വചനം പറയുന്ന തരത്തിലുള്ളൊരു സുതാര്യവും ഉണ്മയുമായുള്ളൊരു റിലേഷന് പകരം ഞങ്ങൾ ഉഡായിപ്പ് ബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ തയ്യാറാകും. അവിടെയാണ് പരാജയം എണ്ണി വാങ്ങേണ്ടി വരിക. ഞാൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾ അത് മനസ്സിലാക്കണം. നമ്മുടെ തലമുറകൾക്ക് നല്ലൊരു ആരോഗ്യകരമായ കുടുംബജീവിതം പണിയാൻ കഴിയേണ്ടതിന് വിട്ടുവീഴ്ചകൾക്കും മനസ്സിലാക്കലുകൾക്കും ക്ഷമിക്കലുകൾക്കും പൊറുക്കലുകൾക്കും ഒക്കെ വേദിയാക്കി സമാധാന അന്തരീക്ഷം നിലനിർത്തി സന്തോഷവും ദൈവകൃപയും അനുഭവിക്കേണ്ടുന്ന ജനം കാമവും ക്രോധവും വിദ്വേഷവും മാത്രം വാരി വിതറി തമ്മിലടിച്ച് രണ്ടായി നിൽക്കുന്ന പിശാചിന്റെ ചട്ടുകങ്ങളായി മാറുന്ന ഒരു ജീവിതമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഇവകൾ നമുക്കും സന്തോഷമുണ്ടാവില്ല, നമ്മുടെ അടുത്ത ജനറേഷനും സന്തോഷമുണ്ടാവില്ലെന്ന വസ്തുത തിരിച്ചറിയുക. വസ്ത്രനിർമ്മാണത്തിൽ ഊടും പാവും ഒരുപോലിരിക്കുന്നത് പോലെ
ചേർത്ത് തുന്നുന്നത് പോലെ, ചേർത്ത് നെയ്തെടുക്കുന്നത് പോലെ മാതാപിതാക്കളുടെ ഒരുമയും അവരുടെ മാതാപിതാക്കളുടെ ഒരുമയും അവകളിൽ നിന്നുണ്ടാകേണ്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതവും നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം. ഊടും പാവും ചേർച്ചയ്ക്കൊത്തുവരാത്തതൊന്നും വസ്ത്രമായി മാറില്ല. അതിന്റെ പുറത്തൊരു എംബ്രോയിഡറി വർക്ക് സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് ആയിരിക്കുന്ന, അതിന്റെ ക്യാൻവാസ് ആയിരിക്കുന്ന അപ്പൂപ്പനും അമ്മച്ചിയും ഒന്നായി നിൽക്കണം, അവരുടെ മക്കൾ ഒന്നായി നിൽക്കണം, ഇവർ തമ്മിലുള്ള ബന്ധം ഒന്നായി നിൽക്കണം. അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ആ വസ്ത്രത്തിന് മുകളിൽ ഒരു എംബ്രോയിഡറി വർക്ക് പോലെ സുന്ദരമായൊരു വർക്കായി മാറാൻ കഴിയും. ഊടും പാവും ഒക്കാത്തിടത്ത് ഒരിക്കലും ഒരു വസ്ത്രം തുന്നി ഒന്നാക്കി കാണിക്കാൻ കഴിയില്ലാതിരിക്കുന്നത് പോലെ അമ്മാതിരി ഒരു കുടുംബജീവിതം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ പ്രദാനം ചെയ്താൽ ആ കുഞ്ഞുങ്ങൾക്ക് ആ വസ്ത്രത്തിന്റെ മുകളിൽ ഒരു എംബ്രോയിഡറി ആയി മാറാൻ ആവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് സമൂഹത്തിന് ശാപമാകാനേ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കൾ ഇന്ന് ചിന്തിക്കണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല? ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചുവെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ക്ഷമിക്കാനാവില്ല? എന്തുകൊണ്ട് പൊറുക്കാനാവില്ല? എന്തുകൊണ്ട് ചിലതൊക്കെ ഉപേക്ഷിക്കാനാവില്ല? നമുക്ക് ഈ ഭൂമിയിൽ വളരെ കുറച്ചു കാലം ജീവിച്ചാൽ മതിയല്ലോ. എന്തുകൊണ്ട് കയ്യിൽ കണ്ടതെല്ലാം തലയ്ക്കകത്ത് ചുമന്ന് ഭാരിച്ച ചുമടുമായി നമ്മൾ നടക്കുന്നു? വലിച്ചെറിയുക കയ്പുകളെ, സന്തോഷത്തോടെ ജീവിക്കാൻ തയ്യാറാവുക. നമുക്കും ആസ്വദിക്കാം, കുഞ്ഞുങ്ങൾക്കും ആസ്വദിക്കാം, നമുക്ക് നിത്യതയിലേക്ക് പാട്ടും പാടി എത്തുകയും ചെയ്യാം. ദൈവം നമുക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.